വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ മറ്റേ മിനിക്കോയിന്ന് വന്നതിന് ശേഷം സൈറ്റിലാണുള്ളത്. മിനിക്കോയിന്ന് വന്നതിന് ശേഷം ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. കുറേ പേരിങ്ങനെ ചോദിക്കാൻ തുടങ്ങി അവസാനം വീഡിയോ ചെയ്യാറില്ലല്ലോ എന്നൊക്കെ. സമീറൊക്കെ ഉള്ള പ്രശ്നം അത്. ഒരു ചില ടൈമിൽ നല്ല ഫ്ലോയിൽ അങ്ങനെ വീഡിയോസ് ഇടും. പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്ക് ഒരു വലിയ ബ്രേക്ക് ആയിരിക്കും. ഇതിപ്പോ നല്ല വീണ്ടും പുതുതായിട്ട് അതെ അപ്പം വീഡിയോ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്ക് ശരിക്കും വീഡിയോ മേക്കിങ്ങിനെക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ എഡിറ്റിങ്. എനിക്കിഷ്ടമല്ലാത്തൊരു പാർട്ടാണ് എഡിറ്റിങ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു വർക്ക് എൻജോയ് ചെയ്ത് ചെയ്യുന്നതൊക്കെ മനസ്സിലാവുമല്ലോ. എനിക്ക് എഡിറ്റിംഗ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ഒരു ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ല എൻ്റെ എഡിറ്റിങ്ങിൽ. എനിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. അപ്പോൾ മിനിക്കോയിന്ന് വന്നതിന് ശേഷം നോക്കിയപ്പോൾ നമ്മുടെ ഫോണിലാണെങ്കിലും ഫുൾ സ്റ്റോറേജ് കംപ്ലീറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ കുറേ സ്പേസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് എല്ലാവർക്കും ഒരു വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ മിനിക്കോ എത്രയും ഭംഗിയുള്ള നാടായതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് തിരിച്ചു വന്നപ്പോൾ ടു ബി വെരി ഫ്രാങ്ക് എനിക്ക് കവരത്തി ഇഷ്ടമില്ല. എന്നിട്ട് അങ്ങനെ ഒന്നും കറങ്ങാനൊന്നും പോയില്ല. പിന്നെ നമ്മൾ ഏത് ഐലൻഡ് വിസിറ്റ് ചെയ്താലും തിരിച്ചു വരുമ്പോൾ നല്ലോണം ടാൻ അടിക്കും. അങ്ങനെ കുറേ നാൾ ടാൻ അടിച്ചു. കുറേ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ചെയ്ത ഈ ഒരു 1 മന്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു എന്നൊക്കെ പറയാം. അതിൽ ഒന്ന് ഞങ്ങളുടെ 3 പേരുടെ ഒരു വലിയ അച്ചീവ്മെൻ്റാണ് ഈ 4 വീലർ ഡ്രൈവിങ്. അത് പഠിച്ചു. 4 വീലർ ഡ്രൈവിംഗ് പഠിച്ചു എന്നല്ല, അതിൻ്റെ ലൈസൻസ് എടുത്തു. ഇതൊക്കെ ഈ ഒരു 1 മന്തിനുള്ളിൽ നടന്ന കാര്യങ്ങളാണ്. പിന്നെ ഞങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു വണ്ടി എടുത്തു. പഠിക്കാൻ വേണ്ടി മാത്രം ഈ വണ്ടി എടുത്തു, ഞാൻ ദമീനയും ജീനയും കൂടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും നമ്മളിപ്പോൾ ഒരു വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മറ്റേ സൈഡ് പതുക്കെ ഇങ്ങനെ ഇതാവുമല്ലോ. അങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പോൾ ഇനി എന്തായാലും മറ്റേ ഇങ്ങനെ വിളിക്കണതാണെങ്കിലും വിളിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് നമ്മുടെ പാർട്ണർ. അപ്പൊ ഞങ്ങള് എല്ലാ ദിവസവും രാവിലെ ഒരു ഡ്രൈവിങ്ങിന് പോവാറുണ്ട്. പ്രാക്ടീസ് സംഭവം നമുക്ക് എത്ര ലൈസൻസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞാലും ഒരു റോഡ് ടെസ്റ്റ് വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടി എല്ലാ ദിവസവും ഇപ്പൊ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ 3 പേരും ഇങ്ങനെ വെറുതെ വണ്ടി എടുത്തിട്ട് ഒരു ചെറിയ കറങ്ങാറുണ്ട്. അപ്പൊ ഇനി മുതൽ എന്തായാലും വീഡിയോസ് പ്രതീക്ഷിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഇതെന്ന് വെച്ചാൽ ഒരു ഫുൾ റൗണ്ട് ഒരാള്, അത് കഴിഞ്ഞിട്ട് മറ്റേ വേറൊരാള്, അങ്ങനെ ഇത് തന്നെ ഒരു വലിയ പരിപാടി. അങ്ങനെ ഇതിലൊക്കെ ബിസി ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത്. ഇനി അങ്ങോട്ട് വീഡിയോ ചെയ്യും ഇൻഷാ അല്ലാഹ്. നമ്മള് നവംബർ ആയില്ലേ, ഇപ്പോൾ കുറേ വീഡിയോസൊക്കെ ഉണ്ട്. ഇന്ന് വൈകിട്ട് എന്നിട്ട് ഈ വീഡിയോ ഇപ്പോൾ വരുമെന്ന് അറിയില്ല, പക്ഷെ
അതേ വരെ ആ മുൾ ആ അതാണ്ടും അമക്കം കിട്ടേണ്ടി കണ്ടി. അപ്പം ഇവിടെ ഫസ്റ്റ് കയർ മറ്റേ ക്ലച്ച് ടച്ചും ക്ലച്ച് വലിയ ബലൂണും വേണ്ടി ആ പൊന്തിന് വേണ്ടി അത് ഒരു കാരണവശാണ് ഇവിടെ പൊന്തരി ആ ഇത് എന്നെ നോക്ക് വായിക്കും വേണ്ടി ചെരിപ്പിട്ടാന്നല്ലേ ആ കടി സെൽഫ് കൊടു മറിക്കട്ടെ. അയ്യോ അതാ നോക്കണം മതി. ആ വിട്. ഇപ്പം അത് ഫുൾ ക്ലച്ച് നമുക്ക് ഇപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യും പോയിട്ട് ആ ഫുൾ മുട്ടീനല്ലോ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ആ ഇപ്പം അമ്മനാണ് മതി. ഇപ്പം ഫസ്റ്റ് കാറിനൊക്കെ ഇനി ഇത് നോക്കുക. ഇത് വേണ്ടി ആ ഫസ്റ്റ് കാര്യം കൂടി മെല്ലെ എടുത്തു ക്ലച്ച് മെല്ലെ എടുത്തു തിരിച്ചു വരുവാ. ഇനി അതുപോലെ നാ സ്റ്റയറിങ്ങിനെ കൈവച്ചാൽ വെടുക്കാക്കി വയൽ ഡോക്ടർ പിന്നെ ഡോക്ടർ ഇതിനൊക്കെ നാം കൈവയ്ക്കുന്നത് നിങ്ങൾ ആ ക്ലച്ച് വിട്ടുകൊണ്ട് പോകാം. സെക്കൻഡ് എടുക്കലാൻ വീണു ആയാലും ദേശം മെല്ലെ ഒന്ന് കാൽ വൈ ആക്സിഡൻ്റ് മെല്ലെ വാറി കൊടുക്കരുത്. ആ മതി അങ്ങനെ കൊടുക്കുന്നു. എന്നിട്ട് ഇനി വേണം ആക്സിലേറ്റർ വിട്ട് ക്ലച്ച് കൊണ്ട് കുളിച്ചോട്ട് ക്ലച്ച് ഫുൾ സെക്കൻഡ് വലിയ വരും. ആ വിട് ക്ലച്ച് വിട് പിന്നെ എനിക്ക് ആക്സിലേറ്റർ വിട്ടുകളാം. ബ്രേക്കിന് വെച്ച് കാൽ വെച്ച് പിടിച്ചാൽ നമുക്കും ഉണ്ടാവും. അങ്ങനെ ഒപ്പിട്ടുണ്ട് മതിക്കതേക്ക് വലിയ വണ്ടി എത്തിയാണ് തിരിക്കണം. അങ്ങനെ വലിയ തിരിച്ചാൽ മതി.
നന്ദി